യെസ്, പോർച്ചുഗൽ ചാമ്പ്യൻസ്. യുവേഫ നാഷൻസ് ലീഗിന്റെ 2025 ചാമ്പ്യന്മാരായി പോർച്ചുഗൽ മാറുമ്പോൾ അവരുടെ നായകൻ നമ്മുടെ സ്വന്തം CR7 ആദ്യത്തെ തവണ എങ്ങനെയാണോ കപ്പ് ഉയർത്തിയത് അതുപോലെ തന്നെ ട്രോഫി ഏറ്റുവാങ്ങി തന്റെ ചുമലിൽ ചുമന്ന് സഹതാരങ്ങളുടെ ഇടയിലേക്ക് നടന്നുപോയി. യെസ്, 40-കാരനായ CR7 തന്റെ രാജ്യത്തിനായി 3ാമത്തെ ഇന്റർനാഷണൽ കിരീടം ചൂടിക്കൊടുത്തിരിക്കുന്നു. എന്താലേ, വല്ലാത്ത ജാതി മനുഷ്യൻ, എന്താ ഒരു മെന്റാലിറ്റി. കളി തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെയായിരുന്നു? സ്പെയിൻ കുക്കഡ് പോർച്ചുഗൽ, ലമീൻ യമാൽ കുക്കഡ് CR7. എന്തേ നിങ്ങളുടെ വണ്ടിയൊക്കെ എന്തിയേ? ലമീൻ യമാലിനൊന്നും ഇന്നലെ അനങ്ങാൻ വിട്ടിട്ടില്ല. ന്യൂനോ മെൻഡസ് ദ മാൻ, എജ്ജാതി മനുഷ്യൻ, എജ്ജാതി കളി. PSG എങ്ങനെയാണോ കളിച്ചത്, PSG എങ്ങനെയാണോ ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുക്കാൻ പ്രധാന പങ്ക് വഹിച്ചത്, അതുപോലെ തന്നെ ദ മാൻ. അദ്ദേഹത്തിന്റെ വക ഒരു ഗോളുണ്ടായിരുന്നു. ആദ്യത്തെ ആ ഗ്രൗണ്ടർ ഗോള്, എന്താ സാധനം. ആ ഒരു ഗോള് കൊടുത്ത ഒരു ഊർജം പോർച്ചുഗലിന് ചെറുതൊന്നുമല്ല. പിന്നെ പോർച്ചുഗൽ എൻ്റെ ടീം ആഡ്സ് ഇങ്ങനെ കളിക്കുന്നത് ഇപ്പൊ 2ാമത്തെ തവണയാണിത് കാണിക്കുന്നത്. കഴിഞ്ഞ ജർമ്മനി ആയിട്ടുള്ള കളി തുടങ്ങിയതാണ്. ആ ഒരു കളി നമുക്കൊരു ചെറിയ പ്രതീക്ഷ ഒക്കെ തരുന്നുണ്ട്. 2026 വേൾഡ് കപ്പിലേക്കുള്ള ഒരു പ്രതീക്ഷ. എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ. ഇങ്ങനെ കളിക്കുകയാണെന്നുവെച്ചെങ്കിൽ ഒന്നും നമുക്ക് വിദൂരമല്ല. അപ്പോൾ എൻ്റെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിയാഗോ കോസ്റ്റ പെനാൽറ്റി സേവ് ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. അതുപോലെ തന്നെ അല്ലറ ചില്ലറ സേവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലമീൻ യമാലിന്റെ ലോങ് ഷോട്ടും, പിന്നെ ഇസ്കോ വന്നതിന് ശേഷം ഇസ്കോ നടത്തിയ ഒരു ഷോട്ട് ഉണ്ട്, അത് അത്രയും ഡൈവ് ചെയ്തിട്ടാണ് കൈകൊണ്ട് തട്ടി മേലേക്ക് ഇടുന്നത്. അതൊക്കെ വല്ലാത്ത ജാതി കളി തന്നെയായിരുന്നു. പിന്നെ പോർച്ചുഗലിന് വന്ന 2 ഗോൾ, അത് ഡിഫൻസിലുള്ള പിഴവും പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെയാണ്. എന്തായാലും പോർച്ചുഗൽ ഒരു നല്ല ടീമായി മാറി. അതിലപ്പുറം യുവേഫ നാഷൻസ് ലീഗിന്റെ ചാമ്പ്യന്മാരായി മാറി. വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ജുവന്റസ് നിന്ന് പോകുന്നതിന് ശേഷം അണ്ണൻ ഒരു മേജർ കിരീടം തൂക്കിയിരിക്കുകയാണ്. കുറെ നാളത്തെ വിമർശകർക്കുള്ള ഒരു വായടപ്പായിട്ട് അത് കൊടുക്കാം. പിന്നെ കളിയിലെ ഇമ്പോർട്ടൻറ്റ് ഗോളാണ് അണ്ണൻ നേടിയിട്ടുള്ളത്, സമനില ഗോൾ. അതും ഡിഫൻസിന്റെ കാല് തട്ടി ഡൈവേർട്ടായി വരുന്ന സമയത്ത് അണ്ണൻ കറക്റ്റായിട്ട് അവിടെ അവൈലബിൾ ആയിരുന്നു. അത് കാല് വെച്ച് പോസ്റ്റിലേക്ക് തട്ടിയിട്ടു. പിന്നെ തന്റെ സുതസിദ്ധമായ ശൈലിയിൽ സൂയിസൈഡ് നടത്താതെ ബോൾ എടുത്ത് ഒരു മുത്തം കൊടുത്ത് നേരെ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തേക്കാണ് പോയത്. എന്താലേ, എല്ലാത്തൊരു മനുഷ്യൻ, വല്ലാത്തൊരു ചങ്ങായി. അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത്. വല്ലാത്ത ചങ്ങായി, ഒന്നും പറയാനില്ല. വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ ഇത്രത്തോനെ പറയാനുള്ളത് അദ്ദേഹത്തെ കുറിച്ച്? എന്നും പറയുന്നത്, എല്ലാരും പറയുന്നത് ദ മാൻ. 40ാമത്തെ വയസ്സിലും പലരും റിട്ടയർ ആയിട്ട് എങ്ങനെയാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ വിമർശനത്തിനൊന്നും ഒരു കുറവില്ല. 40ാമത്തെ വയസ്സിലും അദ്ദേഹം മത്സരിക്കുന്നത് 17 വയസ്സ് 20 വയസ്സായ യങ് ടാലന്റേഴ്സിന്റെ കൂടെയാണ്. മാൻ, ഹാറ്റ്സ് ഓഫ് യു CR7 ദ ലെജൻഡ്. എന്തായാലും ലമീൻ യമാല് ഇന്നലെ കുറച്ച് പരിതാപകരമായിരുന്നു. കാരണം ന്യൂനോ മെൻഡസ് ഒരു പൊടിക്ക് അനങ്ങാൻ വിട്ടിട്ടില്ല. പക്ഷെ നല്ല ടാലന്റ് ഉള്ള പയ്യനാണ്. CR7 പറഞ്ഞ മാതിരി അധികം പ്രഷറും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് CR7 പറഞ്ഞത്. പക്ഷേ വെല്ലുവിളിക്കാം. പക്ഷേ വെല്ലുവിളിക്കുമ്പോൾ ആരാണ് എന്താണ് എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം വെല്ലുവിളിക്കാൻ. അപ്പൊ എന്തായാലും കപ്പ് നമുക്ക് തന്നെ, പോർച്ചുഗൽ ദ കിങ് CR7. താങ്ക് യു.